Welcome to Flavors of Thailand. ഡൊമിനിയോൺ സഡാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഭാഗത്തുനിന്ന് നമ്മൾ വീണ്ടും പോകുന്നു. ഇനി ആംഫാബ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിനടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആംഫാബ. അവിടെയും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വളരെ പ്രധാനമാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നു വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ നൈറ്റ് മാർക്കറ്റ് ഭയങ്കര രസമാണ്, രാത്രി കാലങ്ങളിലുള്ള നൈറ്റ് മാർക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറൊരു സ്ഥലം കൂടി പോകുന്നുണ്ട്, നാക്കും പാത്തം എന്ന് പറഞ്ഞൊരു സ്ഥലം. അതും ആ ഭാഗത്ത് ഈ ഓൺ ദ റൂട്ടാണ്, എല്ലാം നമ്മുടെ ഓൺ ദ വേ ആണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപോകും. അപ്പോൾ ഈ പോകുന്ന വഴി കാണുമ്പോൾ നമുക്ക് കേരളത്തിലൂടെ സഞ്ചരിക്കുന്നൊരു ഫീലാണ്. വാഴയും തെങ്ങും ഇത് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അതേ കാഴ്ചകൾ തന്നെയാണ്. അതേ നോക്കി ഫുൾ അതേ. അങ്ങനെ നമ്മളിപ്പോൾ ആംഫാബ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആംഫാബയിലുള്ളത് ഇവിടെയും ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട്, പിന്നെ മാർക്കറ്റ് ഏരിയ ആണ്, പിന്നെ നൈറ്റ് മാർക്കറ്റ്സ്, ഡേ മാർക്കറ്റ്സ്, ഇവിടെയും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഈ ഒരു ഭാഗം ഫുഡ് മാർക്കറ്റ് എല്ലാം ഇതാണ്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ എല്ലാം ബുദ്ധ ടെമ്പിൾസാണ്. ഈ ഭാഗത്ത് മാർക്കറ്റ് ഏരിയ. ഇവിടെ കൂടുതലും ലോക്കൽ പ്രോഡക്റ്റ്സ് കിട്ടുന്ന മാർക്കറ്റാണ്. മാത്രമല്ല വിലക്കുറവും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പോയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെയല്ല, ഇത് കുറച്ച് കോസ്റ്റ് കുറഞ്ഞാണ്. ഇത് വലിയ ടൂറിസ്റ്റ് ബഹളമുള്ള സ്ഥലമല്ല. ഇതൊക്കെ ഫിഷ് ക്രാക്കേഴ്സ്, മീൻ കൊണ്ടുള്ള ചിപ്സ് പോലത്തെ കാര്യങ്ങളാണ് കഴിക്കാനായിട്ട്. ഇത് പാക്കറ്റ് 6 പാക്കറ്റിന് 100 രൂപ, 100 ബാറ്റ്, 100 ബാറ്റ്. ബേസിക്കലി ഇതൊരു നൈറ്റ് മാർക്കറ്റാണ്. അതുകൊണ്ട് പകൽ വലിയ ബഹളമൊന്നുമില്ല. ചില ഷോപ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. രാത്രി ഇവിടെ വളരെ സജീവമാണ്. ഇവിടെ ഉണക്കമീൻ, കംപ്ലീറ്റ് ഉണക്കമീൻ്റെ കട, അത് ഓപ്പണാണ്. പല ടൈപ്പ് ഓഫ് ഉണക്കമീനുണ്ട്. ഇതേ നോക്കൂ, ഇത് നമ്മളുടെ കണവ ഉണക്കിയത്, കല്ലുമേക്ക ഉണക്കിയത് എല്ലാം ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ വെറൈറ്റി ഓഫ് ഫിഷ് ഉണക്കിയത്. ഇത് സീ ഫുഡാണ് എല്ലാം ഉണക്കി വെച്ചത്. ഇവിടെ നമ്മൾ ഈ ബീഡ മാതിരി പാൻ ഉണ്ടാക്കുന്ന പോലെ ഇവിടുത്തെ ലോക്കലായിട്ടൊരു പാൻ പോലൊരു സാധനം ഉണ്ടാക്കുക. അത് ഇങ്ങനെ വെറ്റിലയ്ക്കകത്ത് കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് തേങ്ങ, ഇഞ്ചി, സവാള, നാരങ്ങ, കൊഞ്ച് ഉണങ്ങിയത്, കപ്പലണ്ടി, പിന്നെ കുറച്ച് ഷുഗർ, പാം ഷുഗർ സിറപ്പ്. എന്നിട്ടിങ്ങനെ കുത്തും. ഇതിങ്ങനെ ഒരു 3 വെച്ചിങ്ങനെ ഓരോ ബോക്സിൽ തേങ്ങ, ഉണക്ക തേങ്ങ, കപ്പലണ്ടി, ഇഞ്ചി, നാരങ്ങ, ഉണക്ക ചെമ്മീൻ, സവാള, ഷുഗർ. അതൊരു പുതിയ ഇവിടുത്തെ പാനാണ്. അപ്പോൾ ഇതിൻ്റെ വില 10 ബാറ്റ്. നോക്കണ്ടേ എന്താണ്? ഓക്കെ ഓക്കെ. കൊള്ളാം. ചവച്ച് തുടങ്ങിയപ്പോൾ നാരങ്ങയുടെ പുളിയും പാം ഷുഗറിൻ്റെ മധുരം, ഇഞ്ചി, തേങ്ങ, വെറ്റില എല്ലാം കൂടി ചേർന്ന് നല്ല ഇഞ്ചിയുടെ ടേസ്റ്റ്, കപ്പലണ്ടി എല്ലാം വരുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ. പാലിൻ്റെ ദോഷമുള്ള ഒന്നുമില്ല, ചുണ്ണാമ്പ് അങ്ങനത്തെ ഒന്നുമില്ല, പാക്ക് ഒന്നുമില്ല. പക്ഷെ നല്ല സുഖമായിട്ട് കഴിക്കാം.
എൻ്റെ സ്വാതിരിക്ക് നന്നായിട്ട് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 3 കൂടി മേടിച്ചു. 10 baht, that is 20 rupees. ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാന്താരി മുളകും കൂടി വെച്ചിരും. യു മേക്ക് ഇറ്റ് സ്പൈസി ഓൾസോ? സ്പൈസി പച്ചമുളകും കൂടെ കാന്താരിയും കൂടെ വയ്ക്കും. അപ്പോൾ ഇഞ്ചി, ഉണക്കച്ചെമ്മീൻ, സവാള എല്ലാം കുറച്ചേ ഇടുള്ളൂ. ഒരു നാരങ്ങയുടെ പീസ്, അപ്പിലണ്ടി, തേങ്ങ, പിന്നെ ഷുഗർ, പാം ഷുഗർ, വെറ്റില. ഹോം മെയ്ഡ് സ്പഞ്ച് കേക്കാണ്. ഹോം മെയ്ഡ് ഇവരുടെ സ്പഞ്ച് കേക്ക് ഭയങ്കര സോഫ്റ്റാണ്, വെരി സോഫ്റ്റ്. ഒന്ന് രണ്ട് മൂന്ന് കടകൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. നൈറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ കടകളൊക്കെ ലൈവാകുന്നത്. പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റും. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വീക്കെൻഡ്സിലേ ഉള്ളൂ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ഈ പാലത്തിലൂടെ ഇങ്ങനെ കയറി നോക്കുകയാണ്. ഇവരുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഏരിയയാണ്. ഇന്നിപ്പോൾ ഇല്ല, ഇവിടെ ആയിരിക്കും വെള്ളി, ശനി, ഞായർ. ഇന്നിപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസമാണ്, അതുകൊണ്ട് ഇവർക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇല്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ കാണാം അംഫാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതാണ് ആ ഏരിയ. ചുറ്റും കടകൾ കണ്ടില്ലേ, സ്റ്റെപ്സൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ തന്നെ സജീവമായിട്ടുള്ളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരിക്കും ഈ ആംഫാവ എന്നുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വളരെ അടുത്തടുത്താണ് ഈ 2 സ്ഥലങ്ങളും. പക്ഷേ ഇത് വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, മറ്റത് എല്ലാ ദിവസവും ഉണ്ട്. ആ വ്യത്യാസം. അത് കുറച്ചുകൂടെ വലുതാണ്. ഇത് അത്രയല്ല, ഇതും നല്ല വലുതാണ്. എല്ലാ ദിവസവും ഇവിടെ ഉള്ളത് നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ നൈറ്റും ആകുമ്പോൾ ഇവിടെ വന്നാൽ ഈ സൈഡിലുള്ള എല്ലാ ഷോപ്പിലും സാധനങ്ങളുണ്ടാകും, നല്ല ജീവനുണ്ടാകും ഈ ഭാഗത്ത്. അപ്പോൾ എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എപ്പോൾ നോക്കിയാലും മാർക്കറ്റിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ തായ്ലൻഡിൽ വന്നാൽ അതൊരു പ്രധാന കാഴ്ചയാണ്. തായ്ലൻഡിൻ്റെ എത്നിക് സ്റ്റൈൽ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും നൈറ്റ് മാർക്കറ്റ്സും. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലായിടത്തും നമ്മൾ നടന്ന് കാണേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് കുറച്ച് ദൂരം കൂടെ വന്നിട്ട് നാഖോം പാത്തോം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നാഖോം പാത്തോം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും ആദ്യത്തെ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം. അതിന് അർത്ഥം വരുന്ന രീതിയിലാണ് നാഖോം പാത്തോം എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്. ആ പേരിൽ തന്നെ നഗരപാത്തമ എന്നാണ് പറയുന്നത്. നഗരപാത്തമ എന്ന് വെച്ചാൽ ഫസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ആൾക്കാർ താമസിച്ച സ്ഥലം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് നാഖോം പാത്തോം എന്നുള്ള പേര് വന്നു. ഓൾഡസ്റ്റ് സെറ്റിൽമെൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, തായ്ലൻഡിൻ്റെ ഓൾഡസ്റ്റ് സെറ്റിൽമെൻറ്റ്. പിന്നെ നാഖോം പാത്തോമിൽ വന്നാൽ ഏറ്റവും കാണേണ്ട ഒരു കാര്യമാണ് ദേ ഈ പിന്നിലേക്ക് നോക്കൂ കാണുന്ന സ്തൂപ. ടോളസ്റ്റ് സ്തൂപയാണ്. അതിൻ്റെ പേര് പ്രാ പാത്തം ചേടി. ഇതൊരു ചേടിയാണ്. ചേടി എന്നാണ് സ്തൂപാസിന് പറയുന്നത്. വളരെ ഫേമസ് ആണ് ഇവിടെ തായ്ലൻഡിലെ പ്രാ പാത്തം ചേടി. ഏറ്റവും വലിയ അട്രാക്ഷനാണ് നാഖോം പാത്തോമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണുന്നത്, അല്ലെങ്കിൽ നാഖോം പാത്തോമിലേക്ക് വരുന്നത് തന്നെ ഈ പ്രാ പാത്തം ചേടി കാണാനാണ്.
ഏതാണ്ട് 127 മീറ്റർ നീളമുള്ള ഒരു വലിയൊരു സ്തൂപയാണിത്. ഇത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബുദ്ധിസ്റ്റ് മോണ്യുമെൻറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രാപാത്തം ചേടി. ആറാം നൂറ്റാണ്ടിൽ ദ്വാരവാദിയിലെ തേരാവാഡ ബുദ്ധിസ്റ്റുകളാണ് ഇതിൻ്റെ ഒറിജിനൽ സ്തൂപം നിർമ്മിക്കുന്നത്. പിന്നെ പിൽക്കാലത്ത് 11-ാം നൂറ്റാണ്ടിൽ ഖെമർ രാജാവായ അങ്കോറിലെ സൂര്യവർമ്മൻ ഒന്നാമൻ ഈ പട്ടണം പിടിച്ചടക്കുകയും ഇവിടെ ഈ ഹിന്ദു ഖെമർ സ്റ്റൈലിലെ ഒരു ബ്രഹ്മൺ പ്രാങ്ക് അഥവാ സ്തൂപ ആയി ഇതിനെ ഒന്ന് മാറ്റി നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് അൻവർത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ ബർമീസുകാർ ഈ പട്ടണം വന്ന് നശിപ്പിക്കുകയും ഇവിടുത്തെ സ്തൂപയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ആ നാശനഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് നശിച്ചു പോയ ഈ സ്തൂപം വീണ്ടും 1860-ൽ രാമ 4-ാമൻ്റെ കാലത്ത് പുനരുദ്ധാരണം നടത്തിയെടുക്കുകയായിരുന്നു. ഈ സ്തൂപയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഇപ്പോൾ ഒരു ബുദ്ധൻ്റെ പ്രതിമ കാണുന്നുണ്ടല്ലോ. ദ്വാരാവതി ശൈലിയിൽ ബുദ്ധ പ്രതിമ ഒരു യൂറോപ്യൻ പോസിലാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ആയുത്തായിലെ വാട്ട് പ്രാ മെറുവിലെ പോലത്തെ ഒരു ദൃശ്യത്തിനെയാണ് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നിന്ന് ആ ഭാഗത്തു നിന്നാണ് അതേ ശൈലിയിൽ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. പാന്തം ചേരി ആ ഭാഗത്തേക്ക് ഞാൻ നടക്കുകയാണ്. എന്തൊരു വലിയ സ്തൂപമാണ്. ഇത് ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജ, പൂക്കൾ, സാമ്പ്രാണി എല്ലാം കത്തിക്കണം. വലിയൊരു ചേരിയായിരുന്നു. ഭയങ്കര സ്തൂപ. വൺ ഓഫ് ദ ടോളസ്റ്റ് ആയിട്ടാണ് വെച്ചത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബുദ്ധിസ്റ്റ് മോണ്യുമെൻ്റ് ആണിത്. ഈ ചേരിക്ക് ചുറ്റും, സ്തൂപയ്ക്ക് ചുറ്റും ഒരു ക്ഷേത്രമുണ്ട്. അതിനും പ്രത്യേകതകളാണ്. ഈ ചേരി കോംപ്ലക്സിൻ്റെ ഉള്ളിലൊരു ഈ കാണുന്ന ഇതിനകത്തോട്ടൊരു ലബലാക്ക് കേവ് എന്ന് പറഞ്ഞൊരു തുരങ്കമുണ്ട്. അതിൻ്റെ ഉള്ളിലും ധാരാളം ബുദ്ധപ്രതിമകൾ വെച്ച് തുരങ്കം പോലെ കണ്ടില്ലേ, ഒരു കേവ് മോഡലിൽ ചുറ്റോട് ചുറ്റും ബുദ്ധപ്രതിമകളാണ്. എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ഓരോ ആക്ടിവിറ്റീസും, ത്രെഡിങ് എ നീഡിൽ, ബ്ലെസ്സിങ്, ഇത് ഓരോന്നിനും ഓരോ സിംബോളിക്കാണ്. ഇതിപ്പോൾ എന്താ, ഇത് ട്രെയിനിങ് ദ എലിഫൻറ്റ്, നാലാഗിരി, സംഭവ പരമ്പരകളാണ് ഇതെല്ലാം. പ്രീച്ചിങ് ടു ജംബുപതി,
എല്ലാത്തിനും ഓരോ പോസ്റ്റേഴ്സിനും ഓരോ കാര്യങ്ങളുണ്ട്. ഇതെന്താ? അക്സെപ്റ്റിംഗ് ഓഫറിങ്സ് ഫ്രം എൻ എലിഫൻറ്റ് ആൻഡ് എ മങ്കി. ബുദ്ധ ഭഗവാൻ. പിന്നെ ഇത് ബുദ്ധ ഭഗവാന്റെ കിടക്കുന്നൊരു പോസ്റ്ററാണിത്. ഇത് പ്രീച്ചിങ് ടു വക്സ അലവാക്ക, ഒരു പ്രീച്ചിങ് പോസ്. ഇതാണെങ്കിൽ പ്രീച്ചിങ് ടു പണ്ഡിറ്റ് അങ്കുലിമാല, അങ്കുലിമാലയ്ക്ക് ഉപദേശം കൊടുക്കുന്ന പോസ്റ്റർ. ഇതാണെങ്കിൽ ഗ്രാൻഡിങ് പാർഡൻസ്, എല്ലാവർക്കും ക്ഷമിക്കുന്ന പോസ്റ്റർ, ഗ്രാൻഡിങ് പാർഡൻസ്. ഇത് മറ്റൊരു രൂപം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പോസ്റ്ററാണ്. ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ കണ്ടില്ലേ? പ്രീച്ചിങ് ടു ബാഗ ബ്രഹ്മ, കോൺടംപ്ലേറ്റിംഗ് ദി കഡാവർ ഓഫ് എ സ്ലേവ്. ഒരു സ്ലേവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ കോൺടംപ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ കാണുന്നത് കോൺടംപ്ലേറ്റിംഗ് ദ ട്രൂത്ത് ഓഫ് ഏജിങ്, പ്രായമാകുന്നതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ളൊരു ഒരു എന്താ പറയുക, കോൺടംപ്ലേറ്റ്, ചിന്തിക്കുകയാണ് അദ്ദേഹം. വ്യത്യസ്തമായ പോസ്റ്റേഴ്സ്. ഇത് എക്സ്പൗണ്ടിങ് എ മാഗ്നിഫിസൻറ്റ് ഫോർസൈറ്റ്, എന്തോ ഒരു ദീർഘവീക്ഷണം ഇങ്ങനെ കാണുകയാണ്. എന്തോ ഒരു കാര്യം ഇങ്ങനെ ഒരു ദിവ്യദൃഷ്ടിയിൽ ഇങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് എന്തോ ഇങ്ങനെ പറയുന്നൊരു പോസ്റ്റർ. സ്റ്റോപ്പിംഗ് മാരയെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ ഇരിക്കുന്നത്? റിസോൾവിങ് ടു എൻറ്റർ നിബാന. ഇത് അദ്ദേഹം ലുക്കിംഗ് ബാക്ക് അറ്റ് ദ സിറ്റി ഓഫ് വൈശാലി നഗരത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ചയാണ്. ബുദ്ധ ഭഗവാന്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോരോ ഇൻസിഡൻസ് ആണിത്. അക്സെപ്റ്റിംഗ് എ ബൗൾ ഓഫ് വാട്ടർ ഫ്രം അനന്തയുടെ കയ്യിൽ നിന്നൊരു ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബൗൾ വെള്ളം സ്വീകരിക്കുന്ന രൂപം. ഇത് മേക്കിംഗ് എ പ്രൊഫസി, കിടന്നുകൊണ്ടാണ്. പ്രൊഫസി എന്ന് പറയുമ്പോൾ ഒരു വചനമാണ്, ഒരു ദൈവവചനം. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ വരുന്നൊരു കാര്യം, ഇങ്ങനെ പ്രവചിക്കുന്ന കാര്യം. ഇത് വീണ്ടും പ്രീച്ചിങ് ആണ്. പ്രീച്ചിങ് ഹിസ് ഫസ്റ്റ് സെർമൺ ടു ബുദ്ധതയ്ക്ക് ആദ്യത്തെ ടീച്ചിങ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് എഗെയിൻ കിടക്കുന്നു. എൻറ്ററിങ് നിബാന, മഹാപരിണഭാന എന്നാണ് പറയുന്നത്. എൻറ്ററിങ് നിബാന. ആൻഡ് ഫൈനലി ഇവിടെ ലാസ്റ്റ് കാണുന്നത്, ഇതിലൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായി, പക്ഷേ ഒരു നാഗത്തിൻ്റെ ഇപ്പം നമ്മൾ മഹാവിഷ്ണുവിനെ പറയില്ലേ അനന്തശയനം, അതുപോലെ ഒരു അനന്തനെ പോലെ ഒരു വലിയ നാഗത്തിൻ്റെ പുറത്ത് ആ ഷെയ്ഡിലിങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്. ഇതൊരു കൊളോസൽ ഗിൽറ്റ് ലയിങ് ബുദ്ധ, കിടക്കുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ബുദ്ധൻ്റെ ഇമേജാണ്. ഇത് കിങ് രാമ 4 കാലത്ത് റീകാസ്റ്റ് ചെയ്തതാണ്. ഗോൾഡിൽ പൊതിഞ്ഞ ബുദ്ധൻ്റെ രൂപം രാമ 4 കാലത്ത് റീകാസ്റ്റ് ചെയ്തതാണ്. വലിയ രൂപമാണ്. ഭീമാകാരമായൊരു ലയിങ് ബുദ്ധയാണ് അവിടെ കണ്ടത്, കിടക്കുന്ന രൂപത്തിൽ. രാമ 4 കാലത്ത് അത് റീകാസ്റ്റ് ചെയ്ത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പോലെ ഗോൾഡ് ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു വലിയൊരു ക്ഷേത്രമാണ്. ഇവിടെ വരുന്ന ഭക്തരെല്ലാം തന്നെ ഇങ്ങനെ ഗോൾഡിൻ്റെ ചെറിയ ലീവ്സ് കൊണ്ടുവരും, സിൽവർ ലീവ്സ് പോലെ ഗോൾഡ് ലീവ്സ്. അത് കൊണ്ടുവന്ന് ഇങ്ങനെ ബുദ്ധൻ്റെ പ്രതിമയിൽ ഒട്ടിച്ചിട്ട് അതൊരു നേർച്ച പോലെ ഓഫറിംഗ് ആണത്, അതിലൊട്ടിച്ചിട്ട് പോകും. അങ്ങനെയാണിത് എപ്പോഴും ഇങ്ങനെ ഗോൾഡൻ കളർ ബുദ്ധയായിട്ടിരിക്കുന്നത് ഇവിടെയുള്ള പ്രതിമകളെല്ലാം.
പ്രാപാത്തം ചേടി എന്നുള്ള ഈ മനോഹരമായ ബ്യൂട്ടിഫുൾ സ്തൂപ കോംപ്ലക്സ് കണ്ടില്ല. അതിൻ്റെ ചുറ്റുമുള്ള കേവ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചുറ്റും ബുദ്ധ ഇമേജസ് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ബുദ്ധൻ്റെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോരോ ഇൻസിഡൻസ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ സ്ട്രക്ചർ, അതിന് ചുറ്റുമുള്ള ക്ഷേത്രം, ഇതെല്ലാം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു 6ാമത്തെ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബുദ്ധ ടെമ്പിൾസിൽ 6th പൊസിഷനാണ്. ഭയങ്കര ഒരു സ്റ്റാറ്റസ് ഉള്ളൊരു ക്ഷേത്രമാണിത്. ഭയങ്കരമായ പുണ്യ സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം പോലും ഈ ഒരു ക്ഷേത്രം കൊണ്ടും ഈ സ്തൂപം കൊണ്ടുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാഖോം പാത്തോം എന്ന് പറയുന്ന ഈ ഒരു സാധാരണ ഒരു പട്ടണമാണ്. അതിന് ഇപ്പോൾ ഭയങ്കര പ്രാധാന്യം എന്ന് പറയുന്നത് പ്രാപാത്തം ചേടി എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ അട്രാക്ഷനാണ്. ഈ വലിയ സ്തൂപ ചേടി 127 meters ഹൈറ്റ്, ലോകത്തിലെ തന്നെ നീളം കൂടിയ ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സിലൊന്നാണ് പ്രാപാത്തം ചേടി.